പഠിച്ചിട്ട് ഉടനെ തന്നെ അച്ഛൻ്റെ വീട്ടിലെ ഉദയസ്ഥാനം പരിപാടിക്കാണ് പോയത്. ഈ കാഴ്ച എങ്ങനെയാണ്? കാഴ്ച എനിക്ക് 8 മാസം പ്രായമുള്ള സമയത്ത് ചെങ്കണ്ണ് വന്ന് കാഴ്ച മിക്കവാറും നഷ്ടപ്പെട്ടു. എങ്കിലും ഇടത് കണ്ണിന് അല്പം കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാൾ കൈ പിടിക്കാതെ നടക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ അത് ഞാൻ പഠിക്കുമ്പോഴേ ഇങ്ങനെയാണ്. വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല. 8 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ച പോയതാണല്ലോ. അക്ഷരം വായിക്കാനുള്ള കാഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കീർത്തനങ്ങളൊക്കെ പഠിക്കാൻ ആര് പാടിത്തരും? ഇത് കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾ അവരെനിക്ക്. ശാസ്താംപാട്ടിലെ ഗുരു അച്ഛൻ തന്നെയാണോ? അല്ലല്ല, അച്ഛൻ്റെ ഒരേ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ. എവിടെ വീട്? വീട് കൂട്ടാനമ്പലത്തിനോട് ചോദിച്ചു തന്നെ. അപ്പോൾ പുള്ളിയോടൊപ്പം പോകുമായിരുന്നു? അതെ, ഞാൻ അവിടെ പോയിരുന്നു. ഞങ്ങൾ 6 പേര് ഒരുമിച്ചാണ് പഠിച്ചത്. ഈ പഠിച്ചത് തന്നെ മുഴുവനിക്കാൻ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് മുഴുവിക്കാൻ കഴിഞ്ഞില്ല. 29 ദിവസമാണ് ഞങ്ങൾ ക്ലാസ്സിൽ പോയത്. 29ാമത്തെ ദിവസം മറ്റുള്ളവർക്ക് ആർക്കും സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇത് നിർത്തി. അപ്പോൾ ഞാൻ അല്പം കരഞ്ഞു. എനിക്കന്ന് 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ല. ഞാൻ അല്പം കരഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് കിട്ടാത്ത പദവി നിനക്ക് കിട്ടും, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് സാധിച്ചു. അതിലെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ ശാസ്താംപാട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ക്ലാസ് നടത്തുന്നില്ല. ഈ അടുത്ത കാലത്ത് പഠിപ്പിച്ചിരുന്നു. ഇത് പഠിപ്പിക്കുമ്പോൾ ശാസ്താംപാട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരു ഉപാസന എന്നൊക്കെ പറയും. ഉപാസന എന്ന് പറയുന്നത് ശാസ്താംപാട്ട് പഠിപ്പിക്കാൻ ആദ്യം തന്നെ ദക്ഷിണ വാങ്ങാൻ പോകുന്ന സമയത്ത് ആ ദക്ഷിണ വാങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കണില്ല. ഇത് കഴിഞ്ഞ് ദക്ഷിണയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും അത് അന്നത്തെ ദിവസം അരിയാഹാരം കഴിക്കാറില്ല. ഞാൻ അന്ന് പാലും പഞ്ചസാര പഴം എന്തെങ്കിലും പഞ്ചസാരയും പഴം ഒക്കെ ഇട്ട് കഴിച്ചോട്ട് അങ്ങനെ ചിട്ടയല്ലേ? അതിപ്പോഴും തുടർന്നുകൊണ്ടേ പോകുന്നു. പിന്നെ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു? വേറെ ഒന്നും ചെയ്യുന്നില്ല. ശാസ്താംപാട്ടല്ലല്ലോ, അതിനിടെ കീർത്തനം. ശാസ്താംപാട്ട് നമ്മുടെ കയ്യിലുണ്ട്. അന്ന് ഒരു ഭജനായിട്ട് കീർത്തനം. ജയ ജയ ഗോകുലപാല ദേവ, ജയ സഹോദര ബാല. ജയ ജയ ഗോകുലപാല ദേവ, ജയ ബലരാമ സഹോദര ബാല. ഭയഹര ശ്രീധര ഭക്തജന പ്രിയ, ഭയഹര ശ്രീധര ഭക്തജന പ്രിയ. പ്രഹ്ലാദ വരദ ഹേ പാപ വിമോചന, ഭയഹര ശ്രീധര ഭക്തജന പ്രിയ. പ്രഹ്ലാദ വരദ ഹേ പാപ വിമോചന. ജയ ജയ ഗോകുലപാല ദേവ, ജയ ബലരാമ സഹോദര ബാല. അരവിന്ദലോചന ആത്മവിനാശന, അഖില വര പ്രദ അദ്വൈത രൂപ. അരവിന്ദലോചന ആത്മവിനോദന, അഖില ജനപ്രിയ അദ്വൈത രൂപ. ജയ ജയ ഗോകുലപാല ദേവ, ജയ ബലരാമ സഹോദര ബാല. നാരദാദി മുനി വന്ദിത പാദ, നാരദാദി മുനി വന്ദിത പാദ. വരദ വെങ്കടേശ്വര പാപമോചന, വരദ വെങ്കടേശ്വര ദാസ പൂജിത. ജയ ജയ ഗോകുലപാല ദേവ, ജയ ബലരാമ സഹോദര ബാല. ജയ ബലരാമ സഹോദര ബാല. സംബന്ധിച്ച് ഞാൻ ഈശ്വരനിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനായിട്ട് ഞാൻ സങ്കല്പിച്ച് വിശ്വസിക്കുകയാണ്. നമുക്ക് നടക്കുമ്പോഴൊക്കെ വഴി ഇങ്ങനെ തെളിഞ്ഞ് അത് ഇപ്പോൾ ഒരാളെ കൈപിടിക്കണം.
ആദ്യമൊക്കെ നടന്നിരുന്ന സമയത്ത് ആരും പിടിക്കൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ 17 വർഷമായിട്ടുള്ളൂ ഇങ്ങനെയായിട്ട്. 17 വർഷം മുമ്പേ ആരും കൈ പിടിക്കാതൊക്കെ നടക്കാം. അത്യാവശ്യം തനിച്ചു പോവാം. എവിടെ നിന്ന് എന്ത് മാറണമെങ്കിൽ ഒരാൾ കൈ പിടിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നത്? മാനസികമായിട്ട് മനസ്സിലാക്കും. കണ്ടു മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അയ്യോ